ഇനി നമുക്ക് പറയാനുള്ളത് ഈ മൃഗത്തിൻ്റെ കുറേ ഷർത്തുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതൊക്കെ അറിയൽ ആവശ്യമാണ്. മൃഗം വയസ്സുകൊണ്ട് നമ്മൾ പറഞ്ഞു 2 വയസ്സ് ആയിരിക്കണം അല്ലേ? പിന്നെ പോത്തും കുട്ടനൊക്കെ ആണെങ്കിൽ, ആടാണെങ്കിലും കോലാടാണെങ്കിലും. അതിൻ്റെ പുറമെ അതിനു വേണ്ട ഷർത്താണ് അത് ആരോഗ്യമുള്ളതായിരിക്കണം. പറ്റ മെലിഞ്ഞത് പറ്റൂല. എത്തരത്തിൽ ഒരാൾ കണ്ടാൽ അതിനൊന്നും അർത്ഥം തിന്നണ്ടിയെന്ന് ആഗ്രഹിക്കൂല. അത്രയും ഇതെന്താ എല്ലും കൊട്ടുകളായിട്ട് അതിന് ഉദയത്തിന് പറ്റൂല. ഉദയത്തിന് നല്ല ഉഷാറുള്ള സാധന. എത്രത്തോളം ഒരു നല്ല തടിച്ച ജീവിയും 2 അത്രമാത്രം ഉഷാറില്ലാത്ത ഉദയത്തിന് പറ്റുന്ന രൂപത്തിലുള്ള തടിയൊക്കെ ഉണ്ടെങ്കിലും നല്ല സൂപ്പർ ഉഷാറുള്ള ഒന്നും, ഇറച്ചി അതിന് ഇത് 2ഉം കൂടി വെട്ടിയാൽ ഇതിൻ്റെ ഇറച്ചീനേക്കാൾ ഏറെ ഉണ്ടാവുമെങ്കിലും നല്ല ഉഷാറുള്ള ഒന്നും അത്രമാത്രം ഉഷാറില്ലാത്ത 2ഉം നോക്കിയാൽ ഉഷാറുള്ള ഒന്നാ നല്ലതെന്നാണ്. അപ്പോൾ ഉദഹിയത്തിൽ അങ്ങനെ കുറേ സംഗതികളുണ്ട്. വില കൂടിയത് ഇറച്ചി കുറഞ്ഞാലും അതിന് നല്ല നല്ല നിലവാരം എടുപ്പലുള്ളത് കൊണ്ട് വില കൂടുതലാണ്. എന്നാൽ അതാ പുണ്യം എന്ന് അറിഞ്ഞാൽ അത് കാരണം എന്താണ്? ഇത് ഒരു പ്രത്യേക കർമ്മമാണ്. അതിൻ്റെ ഷർത്തുകളും അതിൻ്റെ ഫർദുകളൊക്കെ പറഞ്ഞത് പ്രത്യേകം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ചൊറിയുള്ളത് പറ്റൂല. മൃഗത്തിൻ്റെ ഷർത്തുകളാണേ പറയുന്നത്. ആരോഗ്യമുള്ളതായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണങ്ങളാണ്. ചൊറിയുള്ളത് പറ്റൂല. അത് കുറഞ്ഞ ചൊറിയാണെങ്കിൽ പോലും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദഹിയത്തിൻ്റെ ഇറച്ചി നല്ല സുന്ദരമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും, നല്ല ഉഷാറായിട്ട് കൂട്ടും. ഒരു മാസ്റ്റർ എന്നോട് പറഞ്ഞു, എനിക്ക് നല്ലോണം കൊളസ്ട്രോൾ ഉണ്ട്, ഉദഹിയ നല്ലോണം സീസണായി നല്ലോണം കൂട്ടലെന്ന്. എന്നിട്ട് അയാൾ പറയാണ്, ഒരു തകരാറും എനിക്കുണ്ടാവില്ല, അല്ലെങ്കിൽ തൊട്ടുകൂടിയായിരിക്കും. അപ്പോൾ ഒന്നതിൻ്റെ ബറക്കത്താണ്. നമുക്കൊരു ആത്മീയ വശം ഉണ്ടല്ലോ അതിൽ. ഇത് അള്ളാഹുവിൻ്റെ സദ്യയാണ്. അതിനെക്കുറിച്ച് കിതാബ് പറഞ്ഞത് ളിയാഫത്തുല്ലാഹി ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കുള്ള അള്ളാഹുവിൻ്റെ സദ്യ എന്ന് അതിനെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ചൊറിയുള്ളത് ആകാൻ പാടില്ല, ശക്തമായ മുടന്തുള്ളത് പറ്റൂല. അപ്പോൾ തന്നെ മനസ്സിലായി ചെറിയ മുടന്ത് പറ്റും. അതിൻ്റെ മാനദണ്ഡം എന്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ തീറ്റയെ ബാധിക്കും. കാലികൾ ഒന്നിച്ചു പോകുന്ന അവസരത്തിൽ ഇതൊന്നും ബാക്ക്വേർഡാണ്, ഇതൊന്നും ബാക്കിലാകും, എന്നിട്ട് ഇതിന് തീറ്റ കിട്ടൂല. അപ്പോൾ അതിൻ്റെ ഇറച്ചിയെയും അതിൻ്റെ ഉഷാറിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ശക്തമായ മുടന്തുള്ളത് പറ്റൂല. ചെറിയ മുടന്തല്ലോ ഒന്നിച്ചങ്ങളിൽ പോവും, പ്രശ്നമാക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് ഉദഹത്തിൽ പറ്റും. പിന്നെയോ ഭ്രാന്തീനെ പറ്റൂല. ഭ്രാന്തി അതിന് കുറച്ച് ഭ്രാന്തുണ്ട്, അത് പറ്റൂല. കണ്ണ് കാണാത്തതിനെ പറ്റൂല. പിന്നെ ഒരു കണ്ണ് കാണാത്തതിനെയും പറ്റൂല. ഇറച്ചിക്ക് മോശമുണ്ടാക്കുന്ന രോഗങ്ങൾ എന്തുണ്ടെങ്കിലും പറ്റൂല. അതൊക്കെ പല രോഗങ്ങളുള്ള കാലമല്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ചയുള്ളത്. അപ്പോൾ വളരെ ഫ്രഷ് സാധനമായിരിക്കും ഒരു ഉദഹിയത്ത് എന്ന് പറഞ്ഞാൽ. കാരണം അള്ളാഹുവിൻ്റെ സദ്യയാണ്. അള്ളാഹു തആല ഇപ്പം നമ്മളിപ്പോൾ കാര്യമായ ഒരാൾ സദ്യ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഫ്രഷ് സാധനം, പിന്നെ സാധനമല്ലേ എടുക്കുള്ളൂ. ഇത് അള്ളാഹുവിൻ്റെ സദ്യയാണ്. അപ്പോൾ അതിന് ആ നിലക്ക് തന്നെ കാണണം എന്നാണ്. ഇറച്ചിക്ക് എന്തെങ്കിലും മോശമുണ്ടാകുന്നത് പറ്റൂല. പിന്നെ ആ മൃഗത്തിൻ്റെ ചെവിയിൽ നിന്ന് അല്പം പോലും ഒഴിവായി പോകാൻ പാടില്ല. ചിലതൊക്കെ കീറിയെടുത്ത ആളുകളുണ്ട് ചില നാടുകളൊക്കെ, അതൊന്നും പറ്റൂല. അതേസമയത്ത് ഒരോട്ടയാക്കിയിട്ട് ഇവിടെ സാധനം ഇടുന്നുണ്ട്, ഒരു കഷണം ഓടുന്ന് പോയിട്ടില്ല എങ്കിൽ പ്രശ്നമില്ല. ഇതൊക്കെ ഉദഹിയത്തിൻ്റെ സമയത്ത് വരും ചോദിക്കുന്നതാണ്. ഉരുവിനെ വാങ്ങാൻ പോകുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇഷ്കാൽ വരും. ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയ പ്രശ്നമില്ല. ഓട്ടയാക്കി ഇവിടെ ക്ലിപ്പ് ചെയ്തതാണ് സാധനം, അതിന് പ്രശ്നമില്ല. പീസ് അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ചെറിയ പീസാണെങ്കിലും പ്രശ്നമാണ്. വൈൻ കല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ നാവിൽ നിന്ന് പീസ് പോകാൻ പാടില്ല, അതിൻ്റെ അകിടിൽ നിന്ന് പീസ് പോകാൻ പാടില്ല, അതിൻ്റെ ചന്തിയിൽ നിന്ന് പീസ് പോകാൻ പാടില്ല, അതിൻ്റെ തുടഭാഗത്തു നിന്നൊരു പീസ് പോകാൻ പാടില്ല. തുടഭാഗത്തെന്ന് പറഞ്ഞു വലിയ ഭാഗം പോകാൻ പാടില്ല. ശ്രദ്ധിക്കപ്പെടാത്ത ഭാഗം വലിയ ഇറച്ചിയുള്ള പൊസിഷനിൽ നിന്നും ചെറിയ മാംസം പോയാൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടില്ലെങ്കിൽ അത് വിഷയമാക്കേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ പല്ലും പോയത് പറ്റൂല. മുഴുവൻ പല്ലും പോയ ആട്, പോത്ത് ഇതൊന്നും ഉദഹിക്ക് പറ്റൂല. ചിലത് മാത്രം പോയതാണ് പ്രശ്നമില്ല. പിന്നെ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.